യാക്കോബ് കോവണി കണ്ട സ്ഥലത്ത്, സ്വപ്നം കണ്ട സ്ഥലത്ത്, മാലാഖമാരെ കണ്ട സ്ഥലത്ത് തലയിണയായി വെച്ച കല്ല് എടുത്തു വെച്ച് എണ്ണയൊഴിച്ച് ദൈവാരാധന ആരംഭിച്ചു. ദൈവം സ്വർഗവും ഭൂമിയുമായി എവിടെയൊക്കെ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നുവോ ആ ഇടങ്ങളിലാണ് ദേവാലയങ്ങൾ ഉണ്ടാകുന്നത്. സുറിയാനി സഭയുടെ ദേവാലയം ഗോവണി പോലെയാണ്. നിങ്ങൾ നോക്കിക്കേ, അവിടുത്തെ പടികൾ കയറി, നമ്മൾ പടികൾ കയറി 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 ഇങ്ങനെ ഒരു ഗോവണി പോലെയാണ്. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി. അവരൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, അവർക്കൊന്നും കൊണ്ടുവരാനല്ലായിരുന്നു. പക്ഷെ അവരൊന്നു കൊണ്ടുവന്നു, ദൈവത്തെ കൊണ്ടുവന്നു, അവർ വിശ്വാസത്തെ കൊണ്ടുവന്നു. അവരെ ഈ മണ്ണിൽ അധ്വാനിച്ചപ്പോൾ ഗീവർഗീസിനതായുടെ നാമത്തിൽ ഒരു ദേവാലയം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചു. കാട്ടിൽ നിന്ന് തടിവെട്ടിയും പുല്ലുവേഞ്ഞും ചാണകം മെഴുകിയും ഇവിടെ ആരാധന ആരംഭിച്ചു. അത്രയധികം സഹനങ്ങളിലൂടെ ഈ ദേവാലയം ഉണ്ടായി. കല്ലുകൾ ചേർത്തല്ല പ്രിയമക്കളെ ദേവാലയം ഉണ്ടാക്കുന്നത്. മറ്റ് കെട്ടിടങ്ങൾ, നിങ്ങൾ വീടുണ്ടാക്കിയത് കല്ല് ചേർത്ത് വെച്ചാണ്. ദേവാലയം ഉണ്ടാകുന്നത് കരങ്ങൾ ചേർത്ത് വെച്ചാണ്. എന്തിനാണ് ദേവാലയം മനോഹരമായിരിക്കുന്നത്? ദേവാലയത്തിലാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഏറ്റവും ഒടുവിലത്തെ വാസം. നമ്മൾ സ്ഥിരമായി കിടക്കേണ്ടത് എവിടെയാണ്? ഇവിടെയാണ്. ഇത് മനോഹരമായിരിക്കണം. ഇതിന് കൊടുത്തവർ, ഇന്ന് അഭിനന്ദ തിരുവനന്തപുരം ഞാനും കൊറപ്പിസ്കോപ്പാച്ചനും ഒക്കെ അപ്പവീഞ്ഞുകൾ ക്രമീകരിക്കുമ്പോൾ ഒരുക്ക ശുശ്രൂഷയ്ക്ക് അപ്പവീഞ്ഞുകൾ ചങ്കോട് ചേർത്ത് വെച്ച് മറയിട്ടതിന് ശേഷം അകത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ, ഈ ദേവാലയത്തിന് വേണ്ടി അധ്വാനിച്ചവർ, ഈ സ്ഥല നിർമ്മാണത്തിൽ പങ്കാളികളായവർ, ഈ ദേവാലയത്തിന് കൊടുത്തവർ, എന്തിന്? അവസാനം പുരോഹിതൻ പറയുകയാണ്, ഈ ദേവാലയത്തിന് വേണ്ടി നല്ലത് ചിന്തിച്ചവരെ പോലും നീ അനുഗ്രഹിക്കണമേ. നല്ലത് ഓർത്താ മതി. പള്ളി നന്നാവണമെന്ന് ആഗ്രഹിച്ചവരെ പോലും അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥന. അതുകൊണ്ട് പള്ളിക്കും പട്ടക്കാർക്കും കൊടുത്ത് ആരും നശിച്ചിട്ടില്ല. നമ്മുടെ കാരണവന്മാർ കഷ്ടപ്പെട്ടതുകൊണ്ടും ഈ കുന്നിൽ ഇങ്ങനെ ഒരു ആരാധന തുടങ്ങിയത് കൊണ്ടുമാണ് നമുക്ക് ഇത്ര വെട്ടമുണ്ടായത്. നമ്മൾ ഓർക്കുക, 2-3 പേരുടെ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് ക്രിസ്തു നമ്മളോട് ഓർമ്മപ്പെടുത്തി. നമ്മുടെ മനോഭാവം തീർച്ചയായിട്ടും ദേവാലയത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ആയിരിക്കണം. യെരൂശലേം ദേവാലയം സാധാരണ മനുഷ്യരിൽ നിന്ന് അകന്നുപോയി. വലിപ്പം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് അകന്നുപോയപ്പോൾ ദൈവം തമ്പുരാൻ ചാട്ടവാറെടുത്തു. ഈ മനോഹരമായ ഇടം, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് എത്രയോ വട്ടം നമ്മൾ ഇവിടെ കരഞ്ഞിട്ടുണ്ട്. എത്രയോ വട്ടം നമ്മൾ നന്ദി സൂചകമായി ദൈവത്തിന് മുമ്പാകെ നന്ദി പറഞ്ഞിട്ടുണ്ട്. എത്രയോ പേരുടെ കണ്ണുനീരും വേദനകളും അർപ്പിച്ച ഒരു ഇടമാണിത്.